നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ സ്മാർട്ട് ബോർഡർ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും പൂർണ്ണമായി തടയുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്മാർട്ട് ക്യാമറകളും ഡ്രോണുകളും റഡാറുകളും അതിർത്തിയിൽ വിന്യസിക്കും. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം എന്തിനെന്ന് സുപ്രീം കോടതി. മാതാപിതാക്കൾ IAS ഉദ്യോഗസ്ഥരെങ്കിൽ സംവരണത്തിന്റെ ആനുകൂല്യം എന്തെന്നും കോടതി. പതിനാറാം കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂരിന് 101 വോട്ട്, AC മൊയ്തീന് 35, BB ഗോപകുമാറിന് 3 വോട്ടും. നിഷ്പക്ഷ നിലപാടിൽ മുന്നോട്ടു പോകുമെന്ന് തിരുവഞ്ചൂർ. ജനഹിതമനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഭരണതന്ത്രജ്ഞനെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ ശബ്ദം അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതിപക്ഷ നേതാവ്. ആശംസകളുമായി നേതാക്കൾ. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ആലപ്പുഴയിൽ ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ 5 ജില്ലകളിൽ മുന്നറിയിപ്പ്. അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ചത് ചട്ടവിരുദ്ധമായ നടപടിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ചുമതലയിൽപ്പെടാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്നും മർദ്ദനത്തെക്കുറിച്ച് അന്വേഷിച്ച ആലപ്പുഴ SP-യുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയെന്നും വിലയിരുത്തൽ. മർദ്ദനമേറ്റ AD തോമസിന്റെയും അജയ് ജുവലിന്റെയും മൊഴി നാളെ രേഖപ്പെടുത്തും. ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുനഃസ്ഥാപിക്കാതെ CPM. 4 തവണ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന നേതൃത്വം പരിഗണിച്ചില്ല. വിഷയം പ്രാദേശികമെന്ന് MV ഗോവിന്ദൻ. അംഗത്വം മരവിപ്പിച്ചത് ലഹരിക്കേസിൽ പ്രതിയായപ്പോൾ. അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യക്ക് ബംഗ്ലാദേശും പാകിസ്ഥാനുമായുള്ള 6000 കിലോമീറ്റർ വരുന്ന അതിർത്തിയിൽ അടുത്ത വർഷം സ്മാർട്ട് ബോർഡർ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. നുഴഞ്ഞുകയറ്റം ഉണ്ടാകാതിരിക്കാനും പ്രദേശത്തിന്റെ ജനസംഖ്യാശാസ്ത്രത്തിൽ വ്യത്യാസം വരുത്താനുമുള്ള ഗൂഢാലോചനയെ പരാജയപ്പെടുത്തുകയാണ് സ്മാർട്ട് ബോർഡറിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് അമിത്ഷാ വ്യക്തമാക്കി. BSF സംഘടിപ്പിച്ച റുസ്തംജി സ്മാരക പ്രഭാഷണത്തിലായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. केवल सीमाओं की सुरक्षा करें, गांव के पटवारी के साथ हमारा संवाद होना चाहिए, गांव के थाने के साथ हमारा संवाद होना चाहिए, डिस्ट्रिक्ट के कलेक्टर के साथ, DDO के साथ, डिस्ट्रिक्ट SP के साथ हमारा संवाद होना चाहिए. कौन नया घुसपैठिया आया है, क्या रूट है, कहां से तस्करी हो रही है, कहां से गौ तस्करी हो रही है, ये सारे रूटों को चून कर बंद करना, समाप्त करना, ये BSF की जिम्मेदारी है. आने वाले दिनों में तीनों राज्यों के मुख्यमंत्रियों के साथ गृह मंत्रालय में हम एक बैठक भी करने वाले हैं और घुसपैठ की दृष्टि से एक मजबूत सुरक्षा ग्रिड हम बनाने वाले हैं. मगर मेरा सीमा सुरक्षा बल से भी आग्रह है कि आप भी केवल सीमा की जगह अब डिस्ट्रिक्ट कलेक्टर से लेकर पटवारी तक, SP से लेकर पुलिस के थाने के इंचार्ज तक हमारा संवाद होना चाहिए और इनसे मिली हुई सारी इंफॉर्मेशन का उपयोग कर घुसपैठियों को निकालने की एक सुचारू व्यवस्था भी बनानी चाहिए. घुसपैठ को रोकने की भी व्यवस्था बनानी चाहिए. बड़ी शांति से, निश्चिंत मन से आपको कह रहा हूं कि अब त्रिपुरा, आसाम और पश्चिम സംവരണ വിഷയത്തിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി. IAS ഉദ്യോഗസ്ഥരുടെ കുട്ടികൾക്ക് സംവരണം ആവശ്യമുണ്ടോ എന്ന് കോടതിയുടെ ചോദ്യം. വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും മുന്നേറ്റം കൈവരിച്ച കുടുംബങ്ങൾക്ക് വീണ്ടും സംവരണം നൽകുന്നത് എന്തിനാണ് എന്നായിരുന്നു കോടതി ചോദിച്ചത്. പിന്നാക്ക വിഭാഗങ്ങളിലെ ക്രിമീലിയർ വിഭാഗത്തിലുള്ളവരുടെ സംവരണാനുകൂല്യങ്ങളെക്കുറിച്ചുള്ള കേസ് പരിഗണിക്കവെയാണ് ജസ്റ്റിസ് VV നാഗരത്ന ഉൾപ്പെട്ട ബെഞ്ച് ഇക്കാര്യം ചോദിച്ചത്. സംവരണാനുകൂല്യത്തിലൂടെ ഒരു കുടുംബം നിശ്ചിത നിലയിലുള്ള വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ ശാക്തീകരണം നേടിക്കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് സംവരണം നൽകുന്നതിന് മുമ്പ് യോഗ്യതാ പുനർമൂല്യനിർണ്ണയം നടത്തണമെന്ന് കോടതി പറഞ്ഞു. പ്രസവാവധിക്ക് ശേഷം തിരിച്ചുവരുന്ന ഗുസ്തി താരം വിനേഷ് ഫൊഗാട്ടിനെ ആഭ്യന്തര മത്സരങ്ങളിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള തീരുമാനത്തിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് ഡൽഹി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഈ മാസം അവസാനം നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സെലക്ഷൻ ട്രയൽസിൽ ഫൊഗാട്ടിന് പങ്കെടുക്കാൻ അവസരം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതിനായി
ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കാനും നിർദ്ദേശം നൽകി. രാജ്യത്ത് മാതൃത്വം എപ്പോഴും ആഘോഷിക്കപ്പെടാറുള്ളതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഗുസ്തി ഫെഡറേഷൻ ഒരു കായിക താരത്തോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറരുതെന്നും ഓർമ്മിപ്പിച്ചു. വിരമിക്കലിൽ നിന്നും തിരിച്ചുവരുന്ന കായിക താരങ്ങൾ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗിന്റെ ആന്റി ഡോപ്പിംഗ് ചട്ടപ്രകാരം നൽകേണ്ട 6 മാസത്തെ നിർബന്ധിത നോട്ടീസ് കാലാവധി പൂർത്തിയാക്കിയതിനാൽ താരം പരാജയപ്പെട്ടുവെന്നായിരുന്നു ഫെഡറേഷന്റെ വാദം. മന്ത്രിസ്ഥാനം നൽകാത്തതിൽ ഇടഞ്ഞു നിൽക്കുന്ന ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ സഭാ ആസ്ഥാനത്തെത്തി ഫിഷറീസ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ. നടന്നത് സ്വാഭാവിക സന്ദർശനമാണെന്നും എല്ലാ കാര്യങ്ങളും സംസാരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ചില ചരടുവലികളും നാടകങ്ങളും കാരണം സഭയ്ക്ക് ലഭിക്കേണ്ട മന്ത്രിസ്ഥാനവും വകുപ്പും നഷ്ടമായെന്ന് സഭാ പ്രതിനിധി ഫാദർ മനോജ് വ്യക്തമാക്കി. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകരുതെന്നായിരുന്നു ലത്തീൻ സഭയുടെ നിലപാട്. ഇടഞ്ഞു നിൽക്കുന്ന സഭയെ അനുനയിപ്പിക്കാൻ ഇന്ന് സഭാ ആസ്ഥാനത്തെത്തിയത് ഫിഷറീസ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ. ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുമായി 15 മിനിറ്റിൽ ഏറെ നീണ്ടുനിന്ന കൂടിക്കാഴ്ച. ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു സ്വാഭാവികമായ ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് എല്ലാ പിന്തുണയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് മുമ്പോട്ട് പോകും. എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ പോകേണ്ട ഒരു വകുപ്പാണ്. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുള്ളൂ. മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കാത്തതിന്റെ പിണക്കം സഭയ്ക്ക് ഇനിയും മാറിയിട്ടില്ലെന്ന പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തം. ചില ചരടുവലികളും നാടകങ്ങളും കാരണമാണ് നമുക്ക് കിട്ടേണ്ട പ്രാതിനിധ്യം നമുക്ക് മന്ത്രിസഭയിലും കിട്ടാതെ പോയി, ലഭിക്കേണ്ട ഒരു വകുപ്പും നമുക്ക് ലഭിക്കാതെ പോയത്. അപ്പം അതിൽ ആശങ്കയുണ്ടായിരുന്നു. അത് സൗഹൃദപരമായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചത് തീർക്കും. വോട്ട് ബാങ്കായല്ല സഭയെ കാണുന്നത് എന്ന് അറിയിച്ചു. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. നിലവിലെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നവരെ ആശങ്ക തുടരും. വന്നു കണ്ട ഉടനെ മഞ്ഞുരുകിയെന്ന് പറയാൻ കഴിയില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകണമെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി, ആരോഗ്യമന്ത്രി എന്നിവർ സഭാ ആസ്ഥാനത്ത് എത്തിയിരുന്നു. എല്ലാ കാര്യങ്ങളിലും നേരിട്ടിടപെടുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും സഭാ നേതൃത്വം പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞിട്ടും പിണറായി വിജയന്റെ വീടിന് ഇപ്പോഴും പോലീസ് കാവൽ. 10 വർഷമായി വേനലിലും മഴയത്തും സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥർ കടുത്ത തൊഴിൽ ചൂഷണമാണ് നേരിടുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഇവർ കട്ടപ്പുറത്തായ പോലീസ് ജീപ്പിലാണ് പലപ്പോഴും അഭയം തേടുന്നത്. പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലെ പൂട്ടിയിട്ട വീടിന് മുന്നിൽ പോലീസ് കാവൽ ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ പ്രതിപക്ഷ നേതാവും കുടുംബവും തിരുവനന്തപുരത്താണ് താമസം. കഴിഞ്ഞ 10 വർഷത്തിലധികമായി 4 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും 2 SIമാരും ചേർന്നാണ് സുരക്ഷ ഒരുക്കുന്നത്. മുഖ്യമന്ത്രി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കാവൽ വേണം. വീടിന് ചുറ്റും നിരീക്ഷണ ക്യാമറകൾ ഉള്ളപ്പോഴും പോലീസുകാർ നിർബന്ധം. കട്ടപ്പുറത്തായ ഒരു ജീപ്പ് അല്ലാതെ തൊട്ടടുത്ത് കയറി നിൽക്കാൻ ഒരു പ്ലാസ്റ്റിക് കൂര പോലുമില്ല. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കായി ശുചിമുറി സൗകര്യവുമില്ല. തൊട്ടടുത്തുള്ള ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ ശൗചാലയത്തെയാണ് ഇവർ ആശ്രയിക്കുന്നത്. കടുത്ത വേനലിലും മഴയത്തും കട്ടപ്പുറത്തായി ജീപ്പിൽ കയറി അഭയം തേടും. VIP സെക്യൂരിറ്റി പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ആവശ്യമായ പുനഃപരിശോധന നടത്തേണ്ടതുണ്ടെന്നാണ് ഉയരുന്ന ആവശ്യം. അമൃത ന്യൂസ്, കണ്ണൂർ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ 112 കോടി രൂപയുടെ നഷ്ടം വരുമെന്ന് ഗതാഗത വകുപ്പ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകി KSRTC. ഓർഡിനറിയിൽ മാത്രം നടപ്പാക്കിയാൽ 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. UDF ഇന്ദിരാ ഗ്യാരണ്ടി വഴി KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ 3 മാസത്തിനുള്ളിൽ KSRTCക്കുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടത്തിന്റെ കണക്കാണ് KSRTC ഗതാഗത സെക്രട്ടറിക്ക് കൈമാറിയത്. മുഴുവൻ ബസ്സുകളിലും സൗജന്യം അനുവദിച്ചാൽ 112 കോടി രൂപയുടെ നഷ്ടം കോർപ്പറേഷന് ഉണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലാണെങ്കിൽ 90 കോടി രൂപയും, സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിലാണെങ്കിൽ 65 കോടിയും, ഓർഡിനറിയിൽ മാത്രമെങ്കിൽ 57 കോടി രൂപയുടെയും നഷ്ടം ഉണ്ടാകും. അടുത്ത മാസം 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രയാണ് VD സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബസ്സുകളിൽ നടപ്പാക്കിയ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം ഇപ്പോഴും തുടരുകയാണ്. പദ്ധതി ഏത് രീതിയിൽ നടപ്പാക്കണമെന്ന് സംബന്ധിച്ച് പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രയോജനപ്പെടും വിധം നഷ്ടം കൂടി കണക്കിലെടുത്ത് നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. അമൃത ന്യൂസ്,
തിരുവനന്തപുരം. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ചത് ചട്ടവിരുദ്ധമായ നടപടിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഗൺമാൻമാരുടെ ചുമതലയിൽ പെടാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്നാണ് SITയുടെ പ്രാഥമിക വിലയിരുത്തൽ. മർദ്ദനത്തെക്കുറിച്ച് അന്വേഷിച്ച ആലപ്പുഴ SP റിപ്പോർട്ട് LDF സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തി. അതേസമയം മർദ്ദനമേറ്റ AD തോമസ്, അഡ്വക്കേറ്റ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരുടെ മൊഴി SP MP ഷൗക്കത്ത് അലി നാളെ രേഖപ്പെടുത്തും. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച SIT നടപടി ചട്ടവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി. പ്രതിഷേധക്കാരെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥർ മാറ്റിയിരുന്നു. ഇവരെ മർദ്ദിക്കേണ്ട സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. കൺമാന്മാരുടെ ചുമതലയിൽപ്പെടാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തതെന്നും SIT കണ്ടെത്തി. മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ DGPക്ക് റിപ്പോർട്ട് നൽകാനാണ് SITയുടെ തീരുമാനം. സംഭവത്തിന് ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ ജോജിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. നവകേരള യാത്രയ്ക്കിടെയുണ്ടായ പോലീസ് മർദ്ദനം അവമതിപ്പുണ്ടാക്കുന്നതായിരുന്നു എന്ന് അന്നത്തെ ആലപ്പുഴ SP ചൈത്ര തെരേസ DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയ്ക്ക് എത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. അവിടെയും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതോടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന സന്ദീപിനെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം ഗൺമാൻ അനിൽ ഇപ്പോഴും പിണറായി വിജയനൊപ്പം തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിനെ അവഗണിച്ച് CPM. 4 വർഷമായി ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുനഃസ്ഥാപിച്ചില്ല. അംഗത്വം പുനഃസ്ഥാപിക്കാൻ 4 തവണ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടെങ്കിലും സംസ്ഥാന നേതൃത്വം പരിഗണിച്ചില്ല. തീരുമാനമെടുക്കേണ്ടത് പ്രാദേശിക നേതൃത്വമെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. 2001 ബിനീഷ് കോടിയേരി CPM അംഗമാകുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാവ്, പാളയം ഏരിയ ഭാരവാഹി എന്നീ ഘടകങ്ങൾ പരിഗണിച്ചാണ് ബിനീഷിന് CPM അംഗത്വം നൽകിയത്. 2022 വരെ ബിനീഷ് CPMന്റെ മെമ്പറുമായിരുന്നു. 2021 ലഹരി കേസുമായി ബന്ധപ്പെട്ട കർണാടക ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തതോടെയാണ് ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം CPM റദ്ദ് ചെയ്തത്. കേസിൽ ബിനീഷിനെ കോടതി കുറ്റമുക്തനാക്കുകയും 2022 ജയിൽ മോചിതനാവുകയും ചെയ്തു. എന്നിട്ടും ബിനീഷിന്റെ പാർട്ടി അംഗത്വം CPM പുനഃസ്ഥാപിച്ചില്ല. പലതവണ ജില്ലാ കമ്മിറ്റി ബിനീഷിന്റെ മെമ്പർഷിപ്പ് പുനഃസ്ഥാപിക്കുന്ന കാര്യം ചർച്ച ചെയ്തു. 4 തവണ പാർട്ടി ജില്ലാ സെക്രട്ടറി സംസ്ഥാന നേതൃത്വത്തിന് മെമ്പർഷിപ്പ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി. എന്നിട്ടും നടപടി ഉണ്ടായില്ല. വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: പാർട്ടി അംഗത്വമില്ലെങ്കിലും സിനിമാ പ്രവർത്തകൻ, അഭിഭാഷകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നതിനിടയിലും CPM പരിപാടികളിലും പ്രവർത്തനങ്ങളിലും സജീവമാണ് ഇപ്പോഴും ബിനീഷ് കോടിയേരി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള നിയമസഭയുടെ 25ാമത് സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDFന്റെ എല്ലാ വോട്ടുകളും തിരുവഞ്ചൂരിന് ലഭിച്ചു. പ്രതിപക്ഷത്തു നിന്നും AC മൊയ്തീനും BJPയിൽ നിന്ന് BB ഗോപകുമാറും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചു. നിയമസഭയിൽ പ്രോടൈം സ്പീക്കർ G സുധാകരന്റെ നിയന്ത്രണത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും, LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും, BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. ഇതോടെ 101 വോട്ട് നേടിയ തിരുവഞ്ചൂരിനെ G സുധാകരൻ സ്പീക്കറായി പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും, സ്പീക്കർ ഓഫ് 16 കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. തുടർന്ന് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന തിരുവഞ്ചൂരിനെ സ്പീക്കർ കസേരയിലേക്ക് ആനയിച്ചു. അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്, എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനമേറ്റിരിക്കുക. അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആശംസകൾ നേർന്നപ്പോൾ ഇത് തങ്ങൾക്ക് ചരിത്ര നിമിഷമാണെന്ന് BJP സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാർ പറഞ്ഞു. കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കറായാണ് അങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഹാർദമായ അനുമോദനം. കേരള നിയമസഭയിൽ BJPയുടെ ആദ്യ സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരം ലഭിച്ചത് എന്നെയും ചാത്തന്നൂരിനെയും സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു നിമിഷം. എല്ലാ സങ്കീർണതകളെയും പ്രതിസന്ധികളെയും അവഗണിക്കുന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പറഞ്ഞു. ഏറ്റവും പ്രയാസമുള്ള പല വകുപ്പുകളും കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചപ്പോഴും അതെല്ലാം വളരെ വിജയകരമായി എല്ലാ സങ്കീർണതകളെയും പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് അന്ന് ഗവൺമെന്റിനും ഉമ്മൻചാണ്ടിക്കും കരുത്തായിട്ടിരുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്.
ജനാധിപത്യത്തിന്റെ 4 തൂണുകളിലൊന്നിന്റെ തലപ്പത്തെത്താൻ കഴിഞ്ഞത് അതിപ്രധാന നിമിഷമെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി 29-ന് സഭ സമ്മേളിക്കും. ജൂൺ 2-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിലെ വിദേശ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യപ്രതി ബിലാലിന്റെ റിമാൻഡ് റിപ്പോർട്ട് വിവരങ്ങൾ പുറത്ത്. യുവതികളെ അയച്ചത് ബാർ ദുബായിലെ എലൈസ ഇവന്റ് എന്ന സ്ഥാപനത്തിലേക്കാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 1-ാം പ്രതി സിന്ധുവിന്റെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം. ഇരകളിൽ നിന്ന് വിസയ്ക്കും ടിക്കറ്റിനുമായി 4,70,000 രൂപ സിന്ധു കൈപ്പറ്റിയെന്നും റിപ്പോർട്ടുണ്ട്. സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചത് പൂർണ്ണമായും ദുബായ് കേന്ദ്രീകരിച്ചാണ്. ബിലാൽ നിരവധി യുവതികളെ ദുബായിലേക്ക് അയച്ചിട്ടുണ്ട്. ബിലാലിന്റെ പേരിൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകളും സിമ്മുകളും ഉണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ദുബായിലുള്ള ഷംന റഹ്മത്തുമാണ് ഇനി അറസ്റ്റിലാവാനുള്ളത്. ബിലാലിന്റെ സാമ്പത്തികം ഉപയോഗിച്ച് ഇരകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. കേരളത്തിലെ പരാജയം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതേസമയം ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പ്രാദേശിക വിഷയമാണ് എന്നായിരുന്നു പ്രതികരണം. സംസ്ഥാന നേതൃത്വം ഇടപെടുമോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദൻ മറുപടി നൽകിയില്ല. പാർട്ടി സെൻട്രൽ കമ്മിറ്റി യോഗം 3 ദിവസമായിട്ട് ഡൽഹിയിൽ തീരുമാനത്തിൻ്റെ സ്ഥാനപ്പെട്ട് ഇന്ന് ആരംഭിച്ചു. പ്രധാനമായും സാർവദേശീയ ദേശീയ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്ന 5 സംസ്ഥാനങ്ങളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുമെല്ലാമുള്ള ചർച്ചകളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. കേരളത്തിലേറ്റ കനത്ത പരാജയത്തിന് ശേഷമുള്ള CPMന്റെ ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ. വിമതർ ആസൂത്രിത നീക്കം നടത്തിയെന്നാണ് സംസ്ഥാന ഘടകം നൽകിയ റിപ്പോർട്ട്. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയും BJPയുടെ സ്വാധീനവും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും. CPMന് ഭരണമുണ്ടായിരുന്ന ഏക സംസ്ഥാനമായ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി ഏറെ ഗൗരവത്തിലാണ് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുന്നത്. ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ പോലും പാർട്ടി അംഗങ്ങൾ UDF പിന്തുണയോടെ മത്സരിച്ച് ജയിച്ചതിൽ യോഗത്തിൽ വിമർശനമുണ്ടാകും. വിമതർ ആസൂത്രിത നീക്കം നടത്തിയെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിൽ PBയിലുണ്ടായ എതിർപ്പ് കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയ്ക്ക് വരും. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് കമ്മിറ്റികളിൽ എതിർപ്പുയർന്നു എന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും കേരളത്തിൽ ഇടതുപക്ഷം തകർന്നിട്ടില്ലെന്നും ശക്തമായി തിരിച്ചുവരുമെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ പറഞ്ഞു. അത് പരിഹരിച്ച് കേരളത്തിലെ ഇടതുപക്ഷം ഒരിക്കലും തകർന്നുപോയി എന്നൊന്നും ആരും കരുതണ്ട. വളരെ ശക്തമായിട്ട് തിരിച്ചു വരും. എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് പോരായ്മയുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയും BJP കേരളത്തിൽ 3 സീറ്റുകൾ വിജയിച്ച സാഹചര്യവും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തും. കൂടാതെ ബംഗാൾ, തമിഴ്നാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, നീറ്റ് പരീക്ഷാ ക്രമക്കേട് തുടങ്ങി വിവിധ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുകയാണ് PC വിഷ്ണുനാഥ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം. ആത്മവിശ്വാസവും ലഭിക്കാറുണ്ട്. MLA ആയി വിജയിച്ചതിന് ശേഷവും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് മന്ത്രിയായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം പാർട്ടി നൽകിയത്. അപ്പോൾ അതിനുശേഷം ഇന്നലെ സത്യപ്രതിജ്ഞയായിരുന്നു, ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പായിരുന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടേക്ക് എത്തിയത്, സാറിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത്. രണ്ട് വകുപ്പുകളും അടുത്ത കാലത്ത് ഒന്നും ഒരു മന്ത്രിക്ക് കൈകാര്യം ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ടൂറിസം, സംസ്കാരം, സിനിമ, ഇത് 3ഉം നമുക്ക് യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വകുപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രാഥമിക യോഗം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ നടത്തിയിരുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒന്ന് ക്ലബ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശം നൽകി. കാരണം നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളും നമ്മുടെ ടൂറിസം ഇവൻസുകളും ഒക്കെയായി പരസ്പരം ബന്ധിപ്പിച്ചാൽ അത് കേരളത്തിന് വലിയ സാധ്യതയുണ്ട്. നമ്മൾ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് സംസ്ഥാനം സാമ്പത്തികമായി. അപ്പോൾ ഭാവിയിലെ കേരളത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ടൂറിസം തന്നെയാണ്. ആ സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇതേ സംബന്ധിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ എല്ലാവരുമായും ആലോചിച്ച്
ഈ സാധ്യത, ഈ അവസരം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകും. ഈ മൂന്നാറിൽ ചില പ്രശ്നങ്ങളൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് നന്നായി. ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ മൂന്നാറിൽ പോയി അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നേരിട്ട് തന്നെ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുകയാണ്. ഞാനത് പിന്നീട് അറിയിക്കാമെന്ന് വിചാരിച്ചാണ്. ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാനത് ഇപ്പോൾ തന്നെ പറയുകയാണ്. കാരണം അത് മൂന്നാറിൻ്റെ ഒരു പ്രശസ്തിയെ, മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെയുമൊക്കെ ആശങ്കയുളവാക്കുന്ന തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ വ്യാപാരികളുണ്ട്, റിസോർട്ട് ഓണേഴ്സ് ഉണ്ട്, ടാക്സി ഡ്രൈവർമാരുടെ യൂണിയനുകളുണ്ട്, ലോക്കൽ ബോഡിയുടെ ജനപ്രതിനിധികളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവരെ എല്ലാവരെയും കൂടെ ചേർത്ത്, അവിടുത്തെ MP-യും അവിടുത്തെ MLA-യും ജനപ്രതിനിധികളെ എല്ലാവരെയും കൂടി ചേർത്ത് ഒരു യോഗം വരുന്ന ദിവസങ്ങളിൽ അധികം വൈകാതെ തന്നെ അവിടെ പോയി വിളിച്ചു ചേർക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മൂന്നാർ. അപ്പോൾ അവിടെ നിന്നും പോസിറ്റീവ് അല്ലാത്ത വാർത്ത വരുന്നത് നമ്മൾ ഗൗരവമായി ഇടപെടണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ഓക്കെ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയ ശേഷം PC വിശ്വനാഥ് പ്രതികരിക്കുകയായിരുന്നു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച വിവരങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ PC വിശ്വനാഥ് വാങ്ങിയിരുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. CPI സംസ്ഥാന സമിതിയിലും വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയാണ് കടുത്ത വിമർശനം ഉയർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ തിരിച്ചടിക്ക് കാരണം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാടാണെന്ന് പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനമുയർന്നു. PM ശ്രീയിലെയും ആശാസമരത്തിലെയും അനാവശ്യ വിവാദം ഉണ്ടാക്കിയത് തിരിച്ചടിയായെന്നും യോഗം വിലയിരുത്തി. രണ്ടാം പിണറായി സർക്കാരിൽ CPI മന്ത്രിമാരുടെ പ്രവർത്തനം സമ്പൂർണ്ണ പരാജയമായിരുന്നു. അട്ടപ്പാടിയിലെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. പ്രശ്നം റവന്യൂ മന്ത്രി കൃത്യമായി പരിഹരിച്ചില്ല. നെല്ല് സംഭരണത്തിൽ കൃഷി, സിവിൽ സപ്ലൈസ് മന്ത്രിമാർ കൃത്യമായി ഇടപെട്ടില്ല. CPI വകുപ്പുകൾ ഭരിച്ചത് ഉദ്യോഗസ്ഥരായിരുന്നുവെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. മണ്ണാർക്കാട്ടെ പേയ്മെന്റ് സീറ്റ് വിവാദവും ചർച്ചയായി. തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നും യോഗം വിലയിരുത്തി. അമൃത ന്യൂസ്, പാലക്കാട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിലവിൽ ആലപ്പുഴ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ കനക്കും. വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിലവിൽ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. ആലപ്പുഴയിൽ നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഈ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാരാപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത്. 3 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. സെക്കൻഡിൽ 1.557 ക്യൂബിക് മീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുക. ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. മഴ ആരംഭിച്ചതോടെ സാംക്രമിക രോഗഭീതിയിലാണ് ആലപ്പുഴ. പാരിസ്ഥിതിക പ്രത്യേകതകൾ കൊണ്ട് പകർച്ചവ്യാധികളുടെ പ്രഭവ കേന്ദ്രമായ ആലപ്പുഴയിൽ ജപ്പാൻ ജ്വരത്തിനും അമീബിക് മസ്തിഷ്ക ജ്വരത്തിനും പിന്നാലെ മുണ്ടിനീരും മഞ്ഞപ്പിത്തവുമാണ് പുതിയ ആശങ്ക. മഴയെത്തിയതോടെ ആലപ്പുഴയിൽ പകർച്ചവ്യാധികളും പതിയെ തലപൊക്കി തുടങ്ങി. ചേർത്തലയിൽ ജപ്പാൻ ജ്വരം സ്ഥിരീകരിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരവും ജില്ലയിൽ ആശങ്ക പടർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുണ്ടിനീരും മഞ്ഞപ്പിത്തവും പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്.
ബുധനാഴ്ച മാത്രം 2 പേർക്കാണ് രോഗം പിടിപെട്ടത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മുണ്ടിനീര് പടർന്നതോടെ സ്കൂളുകൾ അടച്ചിരുന്നു. എന്നാൽ ഇത്തവണ സ്കൂൾ തുറക്കും മുൻപേ രോഗബാധയുണ്ടായി. മഞ്ഞപ്പിത്തവും 2 പേർക്ക് സ്ഥിരീകരിച്ചു. വൈറൽ പനി ബാധിതരുടെയും വയറിളക്ക രോഗികളുടെയും എണ്ണവും ഉയരുകയാണ്. ബുധനാഴ്ച 403 പേർക്കാണ് വൈറൽ പനി പിടിപെട്ടത്. വയറിളക്ക രോഗത്തിന് ഇതുവരെ 112 പേർ ചികിത്സ തേടി. 7 പേർക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടു. ഡെങ്കിപ്പനി സംശയത്തോടെ 3 പേർ ചികിത്സ തേടി. ഒരാൾക്ക് എലിപ്പനിയും ബാധിച്ചു. അമ്പലപ്പുഴയിൽ H1N1 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പരക്കെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകളും പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മഴക്കാലം മുന്നിൽ കണ്ട മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ വൈകുന്നതാണ് കൂടുതൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാനുള്ള പ്രധാന കാരണം. നഗരത്തിൽ മാത്രം മലിനമായ തോടുകളും കനാലുകളും നിരവധിയാണ്. ഇവ വൃത്തിയാക്കാൻ അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശ്രമം തുടങ്ങിയില്ലെങ്കിൽ ജില്ലയിലെ ആരോഗ്യരംഗം കൂടുതൽ പ്രതിസന്ധികൾ വിളിച്ചുവരുത്തും. അമൃത ന്യൂസ്, ആലപ്പുഴ. എബോള വ്യാപനത്തെ തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ സിയാലിന്റെയും എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്താൻ 24 മണിക്കൂർ സർവൈലൻസ്, തേർമൽ സ്ക്രീനിംഗ്, ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ശക്തമാക്കാനാണ് തീരുമാനം. കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ നൽകാനുള്ള തീയതി നീട്ടി. ഔദ്യോഗിക വെബ്സൈറ്റിലെ തകരാറാണ് തീരുമാനത്തിന് പിന്നിലെന്ന് CBSE അറിയിച്ചു. നിലവിൽ ഈ മാസം 23 വരെയായിരുന്നു പുനർമൂല്യനിർണ്ണയത്തിന് ഉത്തരക്കടലാസുകളുടെ കോപ്പി ലഭിക്കുന്നതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഇതൊരു ദിവസം കൂടി നീട്ടി 24 വരെയാക്കിയതായി CBSE അറിയിച്ചു. പോർട്ടൽ തകരാറിലായതോടെ പുനർമൂല്യനിർണ്ണയത്തിലേക്ക് അപേക്ഷിക്കാനാകാത്ത ആശങ്കയിലായിരുന്നു വിദ്യാർത്ഥികൾ. എറണാകുളം മലയിടം തുരുത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ പ്രശ്നത്തിൽ സമവായ ശ്രമവുമായി സർക്കാർ. കുടിയൊഴിപ്പിക്കൽ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്താനാണ് തീരുമാനം. കുടിയൊഴിപ്പിക്കലിന് അനുവദിച്ച സമയം നീട്ടി നൽകണമെന്നും സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടിയൊഴിപ്പിക്കൽ നാളെ പൂർത്തിയാക്കണമെന്ന് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ കർശന നിർദ്ദേശം വന്നതിന് പിന്നാലെയാണ് സർക്കാർ നീക്കം. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി സമവായമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പാര്യത്ത് നഗറിലെ കുടുംബങ്ങളുമായും കേസിലെ വാദിവാദവുമായും സമിതി ചർച്ച നടത്തും. കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിന് അനുവദിച്ച സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ കോടതിയെയും സമീപിക്കും. അതേസമയം വിഷയത്തിൽ സമരം ശക്തമാക്കാനാണ് CPIM തീരുമാനം. മുൻ മന്ത്രി R. ബിന്ദു ഇന്ന് സമരവേദിയിലെത്തിയിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 14 തവണ സ്ഥലമൊഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും പോലീസ് അതിക്രമം കാട്ടാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയായിരുന്നുവെന്ന് R. ബിന്ദു പറഞ്ഞു. സർക്കാർ ചർച്ച നടത്തി കാര്യങ്ങൾ പരിഹരിച്ച് കുടുംബങ്ങൾക്ക് ഇവിടെ തന്നെ കഴിയാനുള്ള അവസരം ഉണ്ടാക്കണം. കോടതി ഉത്തരവിൽ ഇടപെട്ട് അനുകൂല വിധി സർക്കാർ നേടണമെന്നും R. ബിന്ദു ആവശ്യപ്പെട്ടു. ചർച്ച നടത്തി കാര്യങ്ങൾ പരിഹരിച്ച് ഇവർക്ക് ഇവിടെ തന്നെ തുടരാനുള്ള അനുമതി ലഭ്യമാക്കാൻ വേണ്ടി ഇടപെടാൻ കഴിയണം ഗവൺമെന്റിന്. എത്രയോ വർഷങ്ങളായിട്ട് അവരെ ഈ കൊച്ചു ജീവിതങ്ങൾ കരിപ്പിടിപ്പിച്ച മണ്ണാണിത്. അപ്പോൾ ഓരോ പ്രദേശത്തും അധിവസിച്ചു പോരുന്നവർക്കുള്ള അവകാശം നിയമം മൂലം അംഗീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു ചരിത്രമായിട്ടുള്ളത്. മുഖ്യമന്ത്രി VD സതീശനെതിരെയും R. ബിന്ദു വിമർശനം ഉന്നയിച്ചു. വടശ്ശേരി ദാമോദരമേനോൻ സതീശനായി മാറിയത് യാദൃശികമല്ലെന്നും അത്തരം സമീപനമാണ് വരുന്ന 5 വർഷവും പ്രതീക്ഷിക്കുന്നതെന്നും R. ബിന്ദു ആരോപിച്ചു. ഇതുവരെ ഇല്ലാത്ത കാര്യം ഇപ്പോൾ അദ്ദേഹം പറയുകയും വളരെ മനോഹരമായിട്ട് അതിനെ ഒരു തലയെടുപ്പോടുകൂടി ആ സന്ദർഭത്തിൽ ഒരു ഊന്നൽ നൽകുകയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കേണ്ടായി. എന്ത് തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ചെറുതും വലുതുമായ എല്ലാ ജാതി സംഘടനകളുമായി അദ്ദേഹം വർത്തമാനം പറയുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യരാണ് ദളിത് വിഭാഗങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായ ആശയ വ്യക്തതയോടെ സമീപനം സ്വീകരിക്കണം. അവരെ സഹായിക്കണം. അവർക്ക് ബാധ്യതയുണ്ട്, പ്രതിബദ്ധതയുണ്ട്. മലയിടം തുരുത്തിലെ അഭിഭാഷക കമ്മീഷനെതിരെയും CPIM രംഗത്തെത്തി. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാൽ വാദിയുടെ ബന്ധുവാണെന്നാണ് CPM ആരോപണം. വാദിയുടെ ബന്ധുവിനെ കമ്മീഷനായി നിയോഗിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും CPM ആരോപിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. പത്തനംതിട്ടയിൽ KCB ഉദ്യോഗസ്ഥനെതിരെ കാട്ടാൻ ആക്രമണം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു തങ്കപ്പനാണ് പരിക്കേറ്റത്. ബൈക്കിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് 1:30 വേലുത്തോടിന് സമീപത്തായിരുന്നു ആക്രമണം. ഷിബുവിനെ റാന്നി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.